ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡാറ്റാബേസ് ലാംഗ്വേജസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. DDL, DML, DCL and TCL. Then today we are going to discuss about what is the centralized database system. എന്താണ് ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പ്രോസസ്സർ ടുഗദർ വിത്ത് അസോസിയേറ്റഡ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് അതർ പെരിഫറൽസ്. ഒരു സിംഗിൾ പ്രോസസ്സർ ഉണ്ടായിരിക്കും, അതിനെ ചുറ്റിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും, ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസും അതുപോലെ തന്നെ സം പെരിഫറൽസ് മീൻസ് എക്സ്റ്റേണൽ ഡിവൈസസ്. അങ്ങനെ എന്തെങ്കിലും ഒക്കെയുള്ള ഒരു സിംഗിൾ പ്രോസസ്സറിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി ഇത് ഫിസിക്കലി നമുക്കൊരു സിംഗിൾ ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും ഈ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സിസ്റ്റംസ് ഉണ്ടായിരിക്കുക. ആൻഡ് ദ ഡാറ്റ ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം ദ മൾട്ടിപ്പിൾ സൈറ്റ്സ് വിത്ത് ദ യൂസ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വൈൽ ദ ഡാറ്റാബേസ് ഈസ് മെയിൻറ്റെയിൻഡ് ആസ് എ സെൻട്രൽ സൈറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സിസ്റ്റത്തിലുള്ള ഡാറ്റയൊക്കെ നമുക്ക് എന്താ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താ, ദ സെൻട്രൽ സൈറ്റ്, അത് എവിടെയാണോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൊക്കേഷനിലാണെന്ന് പറഞ്ഞല്ലോ, അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാക്സിമം ഡാറ്റ ഇൻറ്റഗ്രിറ്റി, നമുക്ക് എന്താ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഒക്കെ മാക്സിമം ആണ്. അതുപോലെ തന്നെ ഈസിയർ ടു കോർഡിനേറ്റ് ദി ഡാറ്റയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ മിനിമൽ ഡാറ്റ റിഡൻഡൻസി, ഡ്യൂപ്ലിക്കൻസി ഓഫ് ഡാറ്റയാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സിസ്റ്റം. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണവ? When the central site computer or database system goes down, then everyone is blocked from using the system until the system comes back. അതായത് നമ്മൾ പറഞ്ഞ ഒരു സിംഗിൾ ലൊക്കേഷനിലുള്ള ഒരു സിംഗിൾ പ്രോസസ്സറാണ് എന്ത്, സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ സൈറ്റ് കമ്പ്യൂട്ടർ എന്തെങ്കിലും കാരണവശാൽ ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊളാപ്സസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതുമായിട്ട് അതല്ലെങ്കിൽ അതൊന്ന് ആക്സസ് ചെയ്യുന്ന എന്തെങ്കിലും ഡിവൈസസ് ഉണ്ടെങ്കിൽ അത് എൻറ്റയർ ഗോ ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ അത് നമുക്ക് ബ്ലോക്ക് ചെയ്ത് നിർത്തും. പിന്നെ നമ്മൾ ആ സെൻട്രൽ സൈറ്റ് റീകവർ ചെയ്തെടുക്കുന്നത് വരെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അതും ആ ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും. എപ്പോഴാണോ അത് റീഗെയിൻ ചെയ്തെടുക്കുന്നത് അപ്പം മാത്രമേ ചെയ്യുന്നുള്ളൂ, ആ ഒരു എല്ലാ സിസ്റ്റംസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിസ്റ്റംസും വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. ദെൻ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അതാണ് പറയുന്നത്. അതായത് സെൻട്രൽ സെർവർ അല്ലെങ്കിൽ സെൻട്രൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സെൻട്രൽ ഡാറ്റാബേസ് ഡൗൺ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും അത് എഫക്റ്റ് ചെയ്യും. ക്ലിയർ? ദെൻ കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് ഫ്രം ദ ടെർമിനൽസ് ടു ദ സെൻട്രൽ സൈറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ്. അതായത് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതെന്താ, ആൾമോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് ക്ലയൻറ്റ് സെർവർ DBMS, ക്ലയൻറ്റ് സെർവർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ? നമ്മുടെ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ മെയിനായിട്ട് രണ്ട് കമ്പോണൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ക്ലയൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെർവർ. ക്ലയൻറ്റ് മീൻസ് എന്താ, ഇപ്പോൾ നമ്മളൊരു ഗൂഗിളിൽ എന്തെങ്കിലും ഡാറ്റ സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോ, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സെർച്ചിങ് വേർഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മളാണ് അവിടുത്തെ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ അത് സെർച്ച് ചെയ്ത്, ഗൂഗിളിൻ്റെ ഒരുപാട് സെർവേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ അതിൻ്റെ സെർവേഴ്സ്, ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമുക്ക് ആ ഡാറ്റ സെർച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ ഫോണിലോ എവിടെ വെച്ചാലും അവിടെ നമുക്ക് വ്യൂ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളവിടുത്തെ ക്ലയൻറ്റും ഗൂഗിൾ സെർവർ അവിടുത്തെ സെർവറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
അപ്പോൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ 2 കമ്പോണൻസ് ഉണ്ട്, ക്ലയൻറ്റ് ആൻഡ് സെർവർ. ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് കൊടുക്കുന്ന ആളിനെയാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. സെർവർ എന്ന് പറയുന്നത് ആ റിക്വസ്റ്റിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ആളെയാണ് സെർവർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ക്ലയൻറ്റ് ഈസ് ജനറലി പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ വർക്ക് സ്റ്റേഷൻസ്. അതായത് ക്ലയൻറ്റ് മീൻസ് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ആ ഒരു ഇതിൽ പെടും, ക്ലയൻറ്റിൽ പെടും. സെർവർ ഈസ് എ ലാർജ് വർക്ക് സ്റ്റേഷൻസ്. സെർവർ എന്ന് പറയുന്നത് എന്താ, ലാർജ് ആണ്, അത്രയും ഹ്യൂജ് ആണ്. ഗൂഗിളിൻ്റെ സെർവേഴ്സൊക്കെ നമുക്കറിയാം ഒരുപാട് വലുതാണ് അല്ലേ. ലാർജ് വർക്ക് സ്റ്റേഷൻസ് ആയിരിക്കാം. മിനി റേഞ്ച് കമ്പ്യൂട്ടർ, ചിലപ്പോൾ ഗൂഗിളിൻ്റെ മാത്രമല്ല ചില വേറെ അതർ സിസ്റ്റംസ് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അവർ ചിലത് മിനി റേഞ്ച് കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും, ചിലത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആയിരിക്കാം. ഓക്കെ, അതൊക്കെ ആ സെർവറിൻ്റെ റേഞ്ചിനെയാണ് പറയുന്നത്. ഓക്കെ, then the application and tools for DBMS run on one or more client platforms. അതായത് നമ്മുടെ DBMSൻ്റെ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ടൂൾസൊക്കെ എന്താ, ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോംസിൽ, ക്ലയൻറ്റ് പ്ലാറ്റ്ഫോംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. while the DBMS software reside on the server. അതായത് DBMS സോഫ്റ്റ്വെയർ ഒരു സെർവറിൽ എന്താ റിസൈഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻസും ടൂൾസൊക്കെ എന്താ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ എന്താ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദെൻ ദ സെർവർ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഫ്രണ്ട് എൻഡ്. സെർവർ കമ്പ്യൂട്ടറിനെയാണ് എന്ത് പറയുന്നത്, ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ദി സെർവർ ആൻഡ് ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ആർ കണക്റ്റഡ് ഇൻ ടു എ നെറ്റ്വർക്ക്. ഈ ക്ലയൻറ്റ് സെർവർക്ക് എന്തോ ഒരു നെറ്റ്വർക്കിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്കിപ്പോൾ ഒരു ഗൂഗിളിൽ നിന്ന് ഡാറ്റ കിട്ടണമെങ്കിൽ നമുക്ക് ത്രൂ നെറ്റ്വർക്ക് അല്ലേ പറ്റുന്നുള്ളൂ. സോ അവ ഈ ക്ലയൻറ്റ് സെർവറൊക്കെ എന്താ ഒരു നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. The application and the tools act as client of the DBMS make a request for its services. അതായത് നമ്മുടെ DBMSൻ്റെ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ടൂൾസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താ ക്ലയൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്, ഈ DBMS സോഫ്റ്റ്വെയർസിലേക്ക് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സെർവേഴ്സിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, then client or server architecture handles the graphical user interface and does computations and other programming of interest to the end user. നമ്മുടെ ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്താ, ഒരു GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതായത് ഒരു ഇൻട്രാക്റ്റീവ് ഫേസ് ആണ് എന്ത്, ഈ ക്ലയൻറ്റ് സെർവർ എന്ന് പറയുന്നത്. ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യുന്നു. അപ്പോൾ ഒരു എന്താ റിക്വസ്റ്റ് കൊടുക്കുക, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക, ഒരു എന്താ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് അല്ലേ. ആൻഡ് ഡസ് കമ്പ്യൂട്ടേഷൻസ് ഓൾസോ, അവരെന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ യൂസറിൻ്റെ, അതായത് നമ്മളുടെ യൂസറിനനുസരിച്ച് എന്താണോ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ക്ലയൻറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ദെൻ നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ക്ലയൻറ്റ് സെർവർ സിസ്റ്റം ഹാസ് ലെസ് എക്സ്പെൻസീവ് പ്ലാറ്റ്ഫോംസ് ടു സപ്പോർട്ട് ആപ്ലിക്കേഷൻസ് ആസ് കമ്പയർഡ് ടു മറ്റേ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു, സെൻട്രലൈസ്ഡ്. അപ്പോൾ അതിനപേക്ഷിച്ച് എന്താ കുറച്ച് ലെസ് എക്സ്പെൻസീവാണ്, കുറവാണ് എക്സ്പെൻസ്. ദെൻ ക്ലയൻറ്റ് ഓർ സെർവർ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റീസ് ഇൻ മോർ പ്രൊഡക്റ്റീവ് വർക്ക് ബൈ യൂസേഴ്സ് ആൻഡ് മേക്കിംഗ് ബെറ്റർ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഡാറ്റ. അതായത് എന്താ, ഈ ക്ലയൻറ്റ് സെർവർ എൻവയോൺമെൻറ്റ് എന്താ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഡാറ്റ നമുക്ക് മോർ ബെറ്റർ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ആസ് കമ്പയർഡ് ടു ദ സെൻട്രലൈസ്ഡ് സിസ്റ്റം. നമ്മുടെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെ അപേക്ഷിച്ച് എന്താ ഇവർ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. ഈ ക്ലയൻറ്റ് സെർവർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. ദെൻ റെസ്പോൺസീവ് ടൈം ത്രൂപുട്ട് ഈസ് ഹൈ. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അതിനനുസരിച്ച് റെസ്പോൺസ് കിട്ടുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ത്രൂപുട്ട്, റെസ്പോൺസീവ് ടൈം എന്ന് പറയുന്നത് എന്താ ഹൈ ആണ്. ഓക്കെ, ദെൻ എ സിംഗിൾ ഡാറ്റ, അതായത് സെർവറിലുള്ള ഒരു സിംഗിൾ ഡാറ്റ ക്യാൻ ബി ഷെയർഡ് അക്രോസ് സെവറൽ ഡിസ്റ്റിങ്ക്റ്റ് ക്ലയൻറ്റ് സിസ്റ്റം. അതായത് നമുക്ക് സെർവറിലുള്ള ഒരു ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാനിവിടെ നിന്നിട്ട് ഗൂഗിളിൽ നിന്നൊരു ഡാറ്റ സെർച്ച് ചെയ്യുകയാണ്, വേറൊരാൾ സെർച്ച് ചെയ്യണം, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അറ്റ് എ ടൈമിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, ഒരു സിംഗിൾ സെർവറിൽ നിന്നിട്ടാണ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആ ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, നമുക്ക് അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാം സെർവറിൽ നിന്നിട്ട്. ക്ലിയർ? നെക്സ്റ്റ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. എന്താണ്? പ്രോഗ്രാമിംഗ് കോസ്റ്റ് ഈസ് ഹൈ ഇൻ ക്ലയൻറ്റ് ഓർ സെർവർ എൻവയോൺമെൻറ്റ്.
പെർട്ടിക്കുലർലി ഇൻ ഇനീഷ്യൽ ഫേസസ്. അതായത് അതിൻ്റെ കോസ്റ്റ് കാര്യം, അത് പ്രോഗ്രാം ചെയ്തെടുക്കാനുള്ള കോസ്റ്റാണ് പറയുന്നത്. ക്ലയൻറ്റ് സെർവർ എൻവയോൺമെൻറ്റിൽ കുറച്ച് ഹൈ കോസ്റ്റ്ലിയാണ്. അത് ഇനീഷ്യൽ ഫേസസിൽ ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. There is a lack of management tools for diagnosis, performance monitoring and tuning and security control. സെക്യൂരിറ്റിക്ക് അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് ഡയഗ്നോസിസിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ മാനേജ് ചെയ്യാൻ ടൂൾസൊക്കെ കുറച്ച് ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് ടൂൾസാണ്, കുറവാണ്. അതുപോലെ തന്നെ ഫോർ ദ DBMS ക്ലയൻറ്റ് ആൻഡ് OS ആൻഡ് നെറ്റ്വർക്കിംഗ് എൻവയോൺമെൻറ്റ്സ്, DBMSൻ്റെ ക്ലയൻറ്റ് അതുപോലെ തന്നെ OS നെറ്റ്വർക്കിംഗ് എൻവയോൺമെൻറ്റ്സിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പെർഫോമൻസും അതുപോലെ തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസൊക്കെ ആസ് കമ്പയർഡ് ടു കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ, ക്ലയൻറ്റ് സെർവർ DBMSും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രലൈസ്ഡ് DBMSും വരുന്നത്. ഓക്കെ, all of you clear? Okay, thank you.